നിരുപാധികം കീഴടങ്ങാനുള്ള അമേരിക്കൻ അന്ത്യശാസനം തള്ളിയും ഇസ്രയേലിനെതിരെ നയതന്ത്ര പ്രതിരോധത്തിന് ഒരുങ്ങിയും ഇറാൻ. താൻ ഒളിവിലാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലടക്കം 40 ഇടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തി. ഇസ്രയേലിനെതിരെ ശബ്ദത്തെക്കാൾ 5 ഇരട്ടി വേഗതയുള്ള ഹൈപ്പർസോണിക് മിസൈൽ പ്രയോഗിച്ചെന്ന് ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിന്റെ നേരിയ സൂചന പോലുമില്ലാതെ ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ രൂക്ഷം. നിരുപാധികം കീഴടങ്ങാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം തള്ളി നിലപാട് വീണ്ടും കടുപ്പിക്കുകയാണ് ഇറാൻ. യുദ്ധവും സമാധാനവും അടിച്ചേൽപ്പിക്കാനാകില്ലെന്നും കീഴടങ്ങില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയി വ്യക്തമാക്കി. അമേരിക്കൻ സൈനിക ഇടപെടലുകൾക്ക് പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഖമനയിയുടെ മുന്നറിയിപ്പ്. دشمن احساس کنه که شما در مقابل او میترسید، احساس ضعف میکنید. ഇറാൻ പരമോന്നത നേതാവ് ഒളിവിലാണെന്നും ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശമില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഖമനയി ടെലിവിഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇസ്രയേൽ ഭീകരതയോട് ദയുണ്ടാകില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് വ്യക്തമാക്കി. ഇസ്രയേൽ നടപടിക്കെതിരെ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ തേടി നയതന്ത്ര പ്രതിരോധം ഒരുക്കാനുള്ള നീക്കങ്ങളും ഇറാൻ നടത്തുന്നുണ്ട്. നയതന്ത്ര ഇടപെടലുകൾ സജീവമാക്കാൻ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നിർദ്ദേശം നൽകി. ഇതിനിടെ ഇരു രാജ്യങ്ങളും ആക്രമണം തുടരുകയാണ്. ടെഹ്റാൻ ഉൾപ്പെടെ ഇറാനിലെ 40 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സേന അറിയിച്ചു. ടെഹ്റാനിന് സമീപം യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന 2 കേന്ദ്രങ്ങൾ തകർത്തെന്നും അവകാശവാദം. 25 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് മിസൈൽ സംഭരണശാലകളിലും സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. ഇസ്രയേലിനെതിരെ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ സേനയും അറിയിച്ചു. ശബ്ദത്തെക്കാൾ 5 ഇരട്ടി വേഗമുള്ള ഫത്താവൺ മിസൈൽ ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധത്തെ മറികടക്കുന്നതാണെന്നാണ് അവകാശവാദം. ഇന്റർനാഷണൽ ഡെസ്ക് 24.